श्री परमात्मने नमः। अथ श्रीमद्भगवद्गीता ॐ पार्थाय प्रतिबोधितं भगवता नारायणेन स्वयं व्यासेन ग्रथितां पुराणमुनिना मध्ये महाभारतम् अद्वैतामृतवर्षिणीं भगवतीम् अष्टादशाध्यायिनीम् अम्ब त्वामनुसन्ततामि भगवद्गीते भवद्वेषी। नमोऽस्तु देव्यास विशालबुद्धे उल्लाघविन्दाय भद्रनेत्र येन त्वया भारततैलपूर्णः प्रज्वालितो ज्ञानमयप्रदीपः प्रपन्नपारिजाताय ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः। गीतामृतदुहे नमः। सर्वोपनिषदो गावो दोग्धा गोपालनन्दनः पार्थो वत्ससुधीर्भोक्तः दुग्धं गीतामृतं महत्। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुम्। भीष्मद्रोणतडा जयद्रथजला गान्धारनीलोल्पला शल्यग्राहवती कृपेण वहनी कर्णेन वेलाकुला अश्वत्थामविकर्णघोरमकरा दुर्योधनावर्तिनी सोत्तीर्णा खलु पाण्डवैरणनदी कैवर्तक केशवः पाराशर्यवचः सरोजममलं गीतार्थगन्धोत्कटं नानाख्यानककेसरं हरिकथा सम्बोधनाबोधितम् लोके सज्जन भूयात् भारत पंकजं कज्मल त्वंसिन श्रेयसे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। यं ब्रह्मा वरुणेन्द्र रुद्रमरुत स्तुन्वन्ति दिव्यौस्तवैः वेदैः साङ्गपदक्रमोपनिषदैः गायन्ति यं सामगाः। ध्यानावस्थिततद्गतेन मनसा पश्यन्ति यं योगिनो यस्यन्तं न विद सुरसुरगणा देवाय तस्मै नमः। देवाय तस्मै नमः। देवाय तस्मै नमः। എവിടെ എത്തി നിൽക്കുന്നു? നമ്മള് ഇന്നലെ പറഞ്ഞു നിർത്തിയതാണ് ജ്ഞാനയോഗത്തിനും കർമ്മയോഗത്തിനും, അല്ലെ? അത് ആരൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളതിന് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു. അധികാരി ഭേദമുണ്ട് എന്ന് പറഞ്ഞു.
അപ്പൊ അർജുനന് കർമ്മയോഗത്തിനെ അധികാരമുള്ളൂ എന്നും സൂചിപ്പിച്ചു. അത് ഭഗവാന്റെ മറുപടിയിൽ അത് വ്യക്തമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിലനിർത്തിയത്. അപ്പൊ അർജുനന് ജ്ഞാനയോഗത്തിന് യോഗ്യതയില്ല. അർജുനന് ജ്ഞാനയോഗം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അർജുനന് വേണ്ടത് കർമ്മയോഗം മാത്രമാണ്. അപ്പൊ അർജുനന്റെ മനസ്സിൽ വീണ്ടും സംശയം വരാം. എന്താണ്? കർമ്മയോഗത്തിന് മാത്രമേ എനിക്ക് അധികാരമുള്ളൂ എന്ന് എന്തിനാണ് കരുതുന്നത്? എന്തുകൊണ്ട് എനിക്കും സന്യസിച്ച് ജ്ഞാനാഭ്യാസം ചെയ്തുകൂടാ? അപ്പൊ ഈ സംശയത്തിനുള്ള മറുപടിയാണ് ഇനി അടുത്ത ശ്ലോകത്തിൽ, 4-ാമത്തെ ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. 4-ാമത്തെ ശ്ലോകം ചൊല്ലിക്കോളൂ. നൈഷ്കർമ്മ്യം പുരോഷോഷ്ണതേ ന ച സംയസനാദേവ ഇത്തം സമധിഗച്ഛതി. അതാണ് എന്തുകൊണ്ടാണ് ആ സംശയത്തിനുള്ള മറുപടിയാണ് പറയാൻ പോകുന്നത്. ന കർമ്മണാമനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോഷ്ണുതേ നച സന്യസനാദേവ സിദ്ധിം സമധിഗച്ഛതി. അപ്പൊ ഇതൊക്കെ നമ്മളെല്ലാവരും കേൾക്കേണ്ടതാണ്, അല്ലെ? ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പോ ആത്മസാക്ഷാത്കാരം വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധകൻ ഇപ്പോ പുറമേ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് ആ ബ്രഹ്മനിഷ്ഠ അനുഭവിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. പുറമേ ചെയ്യാതിരിക്കൊണ്ട് മാത്രം കാര്യമില്ല. ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ അതിന് കർമ്മം ഒട്ടും തന്നെ ബാധിക്കാത്തതാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത്. അപ്പോ ആത്മസാക്ഷാത്കാരം വേണമെന്ന് ആഗ്രഹമുള്ള ആളുകൾ, അങ്ങനെയുള്ള ഒരു സാധകൻ പുറമേ കർമ്മങ്ങൾ ചെയ്യാതിരിക്കുന്നതുകൊണ്ട് മാത്രം ആ ബ്രഹ്മനിഷ്ഠ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോ പുറമേയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള സന്യാസം, അതാണ് അർജുനനോട് അതാണ് പറഞ്ഞത്. അർജുനൻ സന്യസിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു, അല്ലെ? എന്തുകൊണ്ട് എനിക്കത് ചെയ്തുകൂടാ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ പുറമേയുള്ള കർമ്മങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടുള്ള സന്യാസം സ്വീകരിച്ചുകൊണ്ട് മാത്രം ആ ഒരു നൈഷ്കർമ്മ്യ സിദ്ധി കൈവരിക്കാൻ സാധിക്കില്ല എന്ന് പറയാണ്. അപ്പൊ എന്താണ് ഈ നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറഞ്ഞാൽ? അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ മായ എന്ന് പറയുന്ന ജഡരൂപിണിയാണ് മായ. അത് പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് നിശ്ചലമാണ്, നിർവികാരമാണ്. അപ്പൊ നിശ്ചലമായിരിക്കുന്ന നിർവികാരമായിരിക്കുന്ന പരബ്രഹ്മത്തില് ആരോപിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ കർമ്മം എന്ന് പറഞ്ഞാൽ അസത് പ്രതിഭാസം. അസത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, സത്യമല്ലാത്തത്, ആരോപിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അപ്പൊ അത് ആരാണ് ആരോപിക്കുന്നത്? മായയാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. കർമ്മം ഉണ്ടാക്കി കാണിക്കുന്നത് മായയാണ്. അവിടെ ഉള്ളത് പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ മായയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ കർമ്മം ഉണ്ടാക്കി കാണിക്കുന്ന ഒക്കെ മായയാണ്. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ ആ ബ്രഹ്മവസ്തുവിന് അല്ലെങ്കിൽ ആ പരബ്രഹ്മ വസ്തുവിന് കർമ്മങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നതോടുകൂടി ആ നേരത്തെ ആരോപിച്ചു എന്ന് പറയുന്ന കർമ്മമുണ്ടല്ലോ, ആ കർമ്മബന്ധം തീരെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ബ്രഹ്മസാക്ഷാത്കാരം നേടുന്നതോടുകൂടി. അപ്പോ കർമ്മത്തിന്റെ സ്പർശനം പോലും ഇല്ല, കർമ്മം തീരെ ഇല്ലാത്ത ആ ഒരു ബ്രഹ്മനിഷ്ഠ, അതാണ് സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത്. സ്ഥിതപ്രജ്ഞത്വം എന്ന് പറയുന്നത് തന്നെയാണ്. ആ സ്ഥിതപ്രജ്ഞത്വം തന്നെയാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയുന്നത്. അപ്പൊ അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആ ബ്രഹ്മനിഷ്ഠ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ കർമ്മങ്ങളൊന്നുമില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രഹ്മത്തിന് യാതൊരു കർമ്മവുമില്ല. അപ്പൊ അതുമായി ചേർന്നിരിക്കുമ്പോൾ, അതുമായി ഒന്നായി ചേരുമ്പോൾ ആ വ്യക്തിക്കും കർമ്മങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അതാണ് നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് വരുന്ന അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, ഭഗവാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയുന്നുണ്ട്. അപ്പോ ബുദ്ധിയെ പൂർണ്ണമായും നിസ്സംഗമാക്കി, ഒന്നിനോട് സംഘമില്ലാതെ മനസ്സിനെയൊക്കെ നിയന്ത്രിച്ച് ലോകത്തില് ഒരു കാര്യങ്ങളിലും ആഗ്രഹമില്ലാതെ വ്യക്തമായ ആത്മാനുഭവത്തോടെ കർമ്മങ്ങളെ മുഴുവൻ സന്യസിക്കുന്ന ആള്, വിട്ടുകളയുന്ന ആള് നൈഷ്കർമ്മ്യ സിദ്ധിയിൽ എത്തിച്ചേരുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോ ഈ ക്രമത്തിൽ വന്നു കഴിഞ്ഞാലേ അത് നൈഷ്കർമ്മ്യ സിദ്ധി അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പുറമേക്ക് കർമ്മങ്ങളെ ത്യജിച്ചത് കൊണ്ട് മാത്രം ഒരു സത്യാന്വേഷിക്ക് അല്ലെങ്കിൽ ഒരു സാധകന്
നൈഷ്കർമ്മ്യം അനുഭവിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പുറമേ ഉപയോഗിച്ചുകൊണ്ട് ഇത് കാര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം? തത്വബോധം വേണം, അല്ലെ? ഉള്ളിൽ തത്വബോധം, അതുപോലെ എല്ലാറ്റിനെയും ആ ഒരു സമബുദ്ധി, എല്ലാറ്റിനെയും സമസ്ഥിതിയിൽ ഒരേപോലെ കാണാനുള്ള കഴിവ്. അപ്പൊ തത്വബോധം, സമബുദ്ധിയും ഇതെല്ലാം വളർത്തി പുറമേയുള്ള കർമ്മങ്ങള് സ്വധർമ്മത്തിന്റെ രൂപത്തിൽ അനുഷ്ഠിച്ച് മനസ്സ് ശുദ്ധീകരിച്ചാല്, ചിത്തശുദ്ധി കൈവരിച്ചാലേ ആ ജ്ഞാനത്തിന്റെ ഫലമായിട്ടുള്ള ഈ നൈഷ്കർമ്മ്യ സിദ്ധി കൈവരിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ അർജുനൻ അതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ജ്ഞാനമില്ലാത്ത, ജ്ഞാനം കൂടിച്ചേരാത്ത ആ വെറും കർമ്മം സന്യാസം എന്ന് പറയുന്നത് അതുകൊണ്ട് സിദ്ധി നേടാൻ പറ്റില്ല, നൈഷ്കർമ്മ്യ സിദ്ധി പ്രാപിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അർജുനന് വേണ്ടത് നൈഷ്കർമ്മ്യ സിദ്ധിയാണ്. അർജുനൻ അങ്ങനെ പറഞ്ഞല്ലോ, ഒന്നും ചെയ്യില്ല ഞാന്. അപ്പൊ അർജുനന് ആഗ്രഹം നൈഷ്കർമ്മ്യ സിദ്ധിയാണ്, അതാണ് ലക്ഷ്യമെങ്കിൽ പെട്ടെന്ന് പുറമേക്കുള്ള കർമ്മം ത്യജിക്കുന്നത് ഒരിക്കലും പ്രയോജനം ചെയ്യില്ല, ഉപകാരം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല, ആ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാലോ അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുകയും ചെയ്യും. എന്താണ് ഗുണം? ആ കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഉള്ളിലുള്ള അതുമായി ബന്ധപ്പെട്ട വാസനകളങ്ങ് നീക്കം ചെയ്യും. ചിത്തം ശുദ്ധമാവുന്നർത്ഥം ആ കർമ്മം ചെയ്യുന്നതിലൂടെ. നേരെ വെച്ച് കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ അത് ഒരിക്കലും നൈഷ്കർമ്മ്യ സിദ്ധിക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വേണ്ട പോലെ കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ ഈ 3-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ശരിക്കും ഒരു കർമ്മയോഗികൾക്ക് വേണ്ടിയുള്ളതാണ് യഥാർത്ഥത്തിൽ, അല്ലെ? കർമ്മയോഗികൾക്ക് വേണ്ടിയാണ് ഈ 3-ാമത്തെ അധ്യായത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോ ഇനി വീണ്ടും അർജുനന് സംശയം വരാം. എന്താണ്? അപ്പൊ പുറമേ സന്യസിക്കുന്നുണ്ട്, പുറമേയുള്ള കർമ്മങ്ങൾ ത്യജിക്കുന്നത് കൊണ്ട് നൈഷ്കർമ്മ്യ സിദ്ധി കിട്ടില്ല എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ നൈഷ്കർമ്മ്യ സിദ്ധി കിട്ടില്ല എന്നല്ലേ ഉള്ളൂ. ആ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതുകൊണ്ട് എന്താ ദോഷം എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് എന്താ ദോഷം? അല്ലെ? അപ്പൊ നേട്ടം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ശരി, നേട്ടം എന്ന് പറയുന്നത് നൈഷ്കർമ്മ്യ സിദ്ധിയാണ്, ഒരു കർമ്മവും ചെയ്യാത്ത ഒരു അവസ്ഥ എത്തലാണ്. അത് നേടാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഉപേക്ഷിച്ച് ചെയ്യാതിരുന്ന എന്താ ദോഷം? ഇനി അഥവാ അങ്ങനെ കർമ്മം ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ ഈ യുദ്ധം തന്നെ ചെയ്യണമെന്നുണ്ടോ? ഈ ഘോരമായിട്ടുള്ള യുദ്ധം തന്നെ ചെയ്യണമെന്നുണ്ടോ? ഇതൊക്കെ അർജുനന് തോന്നാവുന്ന സംശയങ്ങളാണ്. അപ്പൊ അതിനുള്ള മറുപടിയാണ് ഇനി അടുത്ത പദ്യത്തിൽ അടുത്ത ശ്ലോകത്തിൽ പറയാൻ പോകുന്നത്. ഈ സംശയങ്ങൾക്കുള്ള മറുപടിയാണ്. ചൊല്ലിക്കോളൂ, 5-ാമത്തെ ശ്ലോകം. जातुस्तिष्ठत्य कर्मकृत कार्यते ह्यवशः कर्म അതാണ്. അപ്പൊ എന്തുകൊണ്ടാണ് കാര്യം പറയുന്നത്? എന്താണ് കാരണം? കാരണം എന്തുകൊണ്ടാണ് പുറമേക്ക് കർമ്മം ഉപേക്ഷിച്ചതുകൊണ്ട് നൈഷ്കർമ്മ്യ സിദ്ധി അനുഭവിക്കാൻ സാധിക്കില്ല, നേടാൻ സാധിക്കില്ല എന്ന് പറയാൻ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണമാണ് പറയുന്നത്. എന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം ഇതാണ്, ആരും ഒരിക്കലും ഒരു നിമിഷം പോലും കർമ്മം ചെയ്യാത്തവരായിട്ട് ഇരിക്കുന്നില്ല എന്നുള്ളത്. കർമ്മം ചെയ്യാതിരിക്കാൻ ഒരാൾക്കും പറ്റില്ല, ഒരു നിമിഷം പോലും. അപ്പൊ എങ്ങനെയാണ് ആ കർമ്മം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും കർമ്മം ചെയ്യുന്നത് ആ 3 ഗുണങ്ങളിൽപ്പെട്ടാണ്, സത്വ രജസ് തമോ ഗുണങ്ങളിൽപ്പെട്ടാണ്. അപ്പൊ ആ ഗുണങ്ങൾ എവിടുന്ന് വരുന്നതാ? പ്രകൃതിയിൽ നിന്ന് രൂപം കൊള്ളുന്നതാണ് ഈ 3 ഗുണങ്ങൾ. പ്രകൃതിയിൽ നിന്ന് വരുന്ന പ്രകൃതിയുടെ ഭാഗമായ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇതിൽ പെട്ട് അവശരായിട്ട് കർമ്മം ചെയ്യാൻ നിർബന്ധിതരാകണം ഓരോ വ്യക്തി. അതുകൊണ്ട് കർമ്മം ചെയ്യില്ല എന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ആ പ്രകൃതി ഗുണങ്ങളാണ് നമ്മളെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? അപ്പൊ നമ്മൾക്ക് സ്വാതന്ത്ര്യമില്ല. ഞാൻ ഈ കർമ്മം ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കാൻ സ്വാതന്ത്ര്യമില്ല, നമ്മളെ കൊണ്ട് ചെയ്യിക്കും. അപ്പോ സ്വധർമ്മത്തിനനുസരിച്ചുള്ള കർമ്മം ചെയ്തില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും ചീത്ത കർമ്മങ്ങളായിരിക്കും നമ്മൾ ചെയ്യുക. കർമ്മം ചെയ്യാനുള്ള വാസന നമ്മളുടെ ഉള്ളിൽ ഉണർന്നു വരും. ഈ ഗുണങ്ങളാണ് അത് ഉണ്ടാക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ കർമ്മം ത്യജിച്ചു കഴിഞ്ഞാൽ എന്താണ് ദോഷം? അപ്പൊ ഇങ്ങനെ ഒരു സംശയം അർജുനൻ ഉണ്ടെങ്കിൽ ആ സംശയം ഉണ്ടായത് തന്നെ അറിവില്ലാത്തത് കൊണ്ടാണ്, ഇഗ്നോറൻസിന്റെ ഫലമാണ് എന്നാണ് പറയുന്നത്. കാരണം ആ നൈഷ്കർമ്മ്യ സിദ്ധി എന്ന് പറയുന്ന അവസ്ഥ അത് നേടുന്നത് വരെ കർമ്മം ത്യജിക്കാനായിട്ട് ഒരാൾക്കും സാധിക്കില്ല എന്നാണ് പറയുന്നത്. കർമ്മം ത്യജിക്കാൻ പറ്റില്ല. കാരണം ഈ ഗുണങ്ങള് നമ്മളെ കൊണ്ട് അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആത്മതത്വം എന്ന് പറയുന്നത് കർമ്മങ്ങളൊന്നും ഇല്ലാത്തതാണ്. അപ്പൊ കർമ്മങ്ങളൊന്നും ഇല്ലാത്ത ആത്മതത്വം
സാക്ഷാത്കരിക്കുന്നത് വരെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ ശരീരബുദ്ധി, ശരീരബോധം, ദേഹബുദ്ധി വിട്ടുപോകില്ല എന്നാണ്, പൂർണ്ണമായും വിട്ടുപോകില്ല എന്നാണ്. ആത്മതത്വം സാക്ഷാത്കരിക്കുന്നത് വരെ ഈ ദേഹബുദ്ധി മുഴുവനായിട്ടും വിട്ടുപോകില്ല. അപ്പൊ ഈ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? ദേഹം എന്ന് പറഞ്ഞാൽ എന്താ? കർമ്മത്തിൽ ഉണ്ടായതാണ് ഈ ദേഹം, അല്ലെ? കർമ്മത്തിൽ ഉണ്ടായി കർമ്മത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. കർമ്മത്തിൽ തന്നെയാണ് അത് രൂപാന്തരം പ്രാപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജഡമാണ് ഈ ദേഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ദേഹബുദ്ധി സ്വല്പം പോലും ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് കർമ്മത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. കാരണം ഈ ശരീരം നിലനിൽക്കുന്നതന്നെ കർമ്മത്തിലാണ് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ കർമ്മം ത്യജിക്കാനായിട്ട് പറ്റില്ല ഒരാൾക്ക്. അപ്പൊ പിന്നെ കർമ്മം ത്യജിച്ചാൽ എന്താണ് ദോഷം എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല. കാരണം ത്യജിക്കാൻ പറ്റില്ല, അത് ശരീരത്തിന്റെ ഭാഗമാണ്. അപ്പൊ ദേഹബുദ്ധി ഉള്ളിടത്തോളം കാലം കർമ്മം ഉണ്ടായേ തീരൂ എന്നാണ് പറയുന്നത്. അപ്പോ കർമ്മം ത്യജിക്കാൻ സാധ്യമല്ല, അത് ശരി, സമ്മതിച്ചു. പക്ഷേ അർജുനന് ഇങ്ങനെ ഒരു സംശയം വരാം, ഒരു വ്യക്തി ഇന്നിന്ന കർമ്മം തന്നെ ചെയ്യണമെന്ന നിയമമുണ്ടോ എന്നുള്ള സംശയം വരാം, അല്ലെ? ഇപ്പോ അതിനുള്ള മറുപടി എന്ന് പറയുന്നത്, നമ്മളുടെ അവനവന്റെ കർമ്മം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാനും ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് പറയുന്നത്. കേൾക്കുന്നുണ്ടോ? ഞാൻ എന്ത് കർമ്മം ചെയ്യണം, എന്റെ കർമ്മം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കാൻ, അത് നിശ്ചയിക്കാൻ വ്യക്തികൾക്ക് സ്വാതന്ത്ര്യം ഇല്ല എന്നാണ്. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോരുത്തരെയും, ഓരോ വ്യക്തിയെയും കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് നേരത്തെ പറഞ്ഞ പ്രകൃതി ഗുണങ്ങളാണ്. എന്തൊക്കെയാണ് പ്രകൃതി ഗുണങ്ങൾ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതാണ് 3 പ്രകൃതി ഗുണങ്ങൾ. അപ്പോ ഇതിന്റെ അളവില്, പല അളവിൽ ഇതെല്ലാം കൂടിച്ചേർന്ന് നമ്മൾ ഓരോ വ്യക്തിയുടെയും സ്വഭാവത്തിന് രൂപം നൽകുകയാണ്. ഈ ഗുണങ്ങൾ ചേർന്നിട്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഓരോ വ്യക്തിയും ഈ പ്രകൃതി ഗുണത്തിന് അടിമയായി തീരുകയാണ്. അപ്പോ ഒരാളില് സത്വഗുണമാണ് ഉയർന്നു നിൽക്കുന്നത്, സത്വഗുണമാണ് ഉണർന്നു നിൽക്കുന്നതെങ്കിൽ അയാൾ നേരത്തെ പരിശീലിച്ച് പ്രാക്ടീസ് ചെയ്ത് ഉറപ്പിച്ച സാത്വിക കർമ്മങ്ങൾ ചെയ്യാനായിരിക്കും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടാവുക. കാരണം ഉള്ളിൽ സത്വഗുണമാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം സത്വഗുണ പ്രധാനിയാണ്. അപ്പൊ സത്വഗുണ പ്രധാനിയായിട്ടുള്ള ആളുകൾ സാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനേ അവർക്ക് താല്പര്യം ഉണ്ടാവും. അതവര് നേരത്തെ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി രജോ ഗുണത്തിനാണ് എന്താണ് പ്രാധാന്യം കൂടുതലെങ്കിൽ, ഒരു വ്യക്തി രജോ ഗുണ പ്രധാനിയാണെങ്കിൽ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളെ അദ്ദേഹത്തിന് ചെയ്യാനായിട്ട് തോന്നുള്ളൂ. ഈ തമോ ഗുണമാണോ ഉയർന്നിരിക്കുന്നതെങ്കിലോ ആ തമോ ഗുണത്തിനനുസരിച്ച കർമ്മങ്ങളെ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുള്ളൂ. അത് ചെയ്യാനുള്ള താല്പര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് ഈ കർമ്മത്തെ മാറ്റണമെങ്കിൽ, കർമ്മ സ്വരൂപം മാറ്റണമെങ്കിൽ എന്ത് വേണം? ഈ പ്രകൃതി ഗുണത്തിന്റെ ആ ഘടന മാറ്റാം. അതിനെ മാറ്റിയാലേ കർമ്മത്തിൽ മാറ്റം വരുത്താൻ പറ്റൂ. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? കാരണം പ്രകൃതി ഗുണമാണ് കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്, അതിനനുസരിച്ചുള്ള കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ കർമ്മം മാറ്റണമെങ്കിൽ എന്ത് വേണം? ആ ഗുണത്തിൽ മാറ്റം ഉണ്ടാവണം, പ്രകൃതി ഗുണത്തിൽ മാറ്റം ഉണ്ടാവണം. അതിനെ മാറ്റാതെ കർമ്മം മാത്രം മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ എങ്ങനെ ഈ നമ്മൾക്ക് പ്രകൃതി ഗുണത്തിന്റെ അതിന്റെ ഘടനയെ നമ്മൾക്ക് മാറ്റം വരുത്താനായിട്ട് സാധിക്കുമോ? അത് നമുക്ക് പറ്റും എന്നാണ് പറയുന്നത്. എങ്ങനെ സാധിക്കും ചോദിച്ചു കഴിഞ്ഞാൽ, ആ സത്യം എന്താണോ, വസ്തു എന്താണോ, അതിനെ വിചാരം ചെയ്യുമ്പോൾ, അതിനെ വിചാരം ചെയ്ത്, ആത്മവിചാരം ചെയ്ത് ബോധപൂർവം പ്രയത്നിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തന്റെ ആ ഗുണങ്ങളിലെ ഘടന മാറ്റിയെടുക്കാൻ പറ്റും. ഒന്നുകിൽ മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും പുറന്തള്ളാൻ പറ്റും എന്നാണ് പറയുന്നത്, അകറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷെ വസ്തുവിചാരം വേണം, ഒപ്പം ബോധപൂർവമുള്ള പ്രയത്നവും വേണം. അങ്ങനെയാണെങ്കിൽ ആ ഘടനയെ മാറ്റം വരുത്താൻ പറ്റും. അപ്പൊ ആ ഗുണഘടന മാറ്റം വരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് കർമ്മത്തിലും മാറ്റം വരും. അപ്പൊ അതുകൊണ്ട് ഗുണഘടനയെ ആശ്രയിക്കാതെ കർമ്മത്തിന്റെ സ്വരൂപം മാറ്റാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കർമ്മയോഗിയെ സംബന്ധിക്കുന്ന മാത്രമല്ല, ജ്ഞാനയോഗിയെ സംബന്ധിച്ചും ഇങ്ങനെ തന്നെ നൈഷ്കർമ്മ്യ സിദ്ധിയിൽ എത്തുന്നത് വരെ ഇതാണ് അവസ്ഥ എന്നാണ് പറയുന്നത്. അത് ഭഗവാൻ തുടർന്ന് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അർജുനന് എന്താ പറ്റിയ വെച്ച് കഴിഞ്ഞാൽ, അർജുനൻ രജോ ഗുണ പ്രധാനിയാണ്. അദ്ദേഹത്തിന് രജോ ഗുണമാണ് വർദ്ധിച്ചിരിക്കുന്നത് അർജുനൻ. അപ്പൊ യുദ്ധവാസന എന്നുള്ളത് രജോ ഗുണത്തിന്റെ ഭാഗമാണ്.
അപ്പൊ രജോ ഗുണത്തിന്റെ ഭാഗമായ യുദ്ധവാസന അത് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ജീവിതകാലം മുഴുവൻ. അത് അഭ്യസിച്ചിട്ടുണ്ട് അദ്ദേഹം. ശസ്ത്രാഭ്യാസമൊക്കെ ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അസ്ത്രാഭ്യാസം ചെയ്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അർജുനനെ സംബന്ധിച്ച് അർജുനൻ രജോ ഗുണത്തിന്റെ ഭാഗമായ യുദ്ധവാസനയ്ക്ക് അടിമപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അർത്ഥം. എന്നാണ് ചുരുക്കം. അർജുനന്റെ ഉള്ളിൽ ദൈവീ സമ്പത്ത് ഉയർന്നിരിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അർജുനന്റെ ആ ഗുണഘടനയില് സത്വഗുണം വർദ്ധിച്ചാലേ അതിനെ ആ യുദ്ധം ചെയ്യാതിരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആ സത്വഗുണത്തിന് പ്രാധാന്യം വരണമെങ്കിൽ ഇനിയും കുറെ കാലം കാത്തിരിക്കേണ്ടി വരും അർജുനൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പോ ഉയർന്നു നിൽക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ പ്രാധാന്യത്തോട് നിൽക്കുന്നത് രജോ ഗുണമാണ്. അപ്പൊ അതിനെ ഇല്ലാതാക്കാൻ അതിനെ രജോ ഗുണമാണ് അതിന്റെ ഫലമായിട്ടുള്ള യുദ്ധവാസനയാണ് ഇപ്പൊ ഉള്ളില് ശക്തമായിട്ട് നിൽക്കുന്നത്. അപ്പോ അതിനെ മാറ്റി സത്വഗുണത്തിലേക്ക് വരണമെങ്കിൽ എന്ത് വേണം? ലക്ഷ്യബോധത്തോടു കൂടി ഈ യുദ്ധവാസനയെ ധർമ്മമാർഗത്തിൽ പ്രവർത്തിപ്പിക്കണം. അപ്പൊ ധർമ്മമാർഗത്തിൽ, അതുകൊണ്ടാണ് അർജുനന് ധർമ്മയുദ്ധമാണ് എന്ന് പറയാൻ കാരണം. അപ്പൊ ആ ധർമ്മമാർഗത്തിൽ ഈ വാസനയെ പ്രവർത്തിപ്പിച്ചാലേ അർജുനന് അതിൽ നിന്ന് മോചനം കിട്ടൂ. പിന്നെ സത്വഗുണത്തില് മുന്നോട്ട് പോകാൻ പറ്റൂ. അപ്പൊ സത്വഗുണത്തിൽ മുന്നോട്ട് പോയി പിന്നെ ആ ഗുണങ്ങളുമായിട്ടുള്ള ബന്ധം തീരെ ഇല്ലാതാക്കാൻ പറ്റും. അപ്പോഴേ നൈഷ്കർമ്മ സിദ്ധിയിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി അതിന് വിരുദ്ധമായിട്ട് ഈ രജോ ഗുണത്തെയും അതിന്റെ ഫലമായിട്ടുള്ള യുദ്ധവാസനയും ധർമ്മമാർഗത്തിൽ പ്രവർത്തിപ്പിക്കാതെ യുദ്ധം രംഗത്ത് നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? യുദ്ധം ചെയ്യാതെ മാറി നിന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതേ കാര്യങ്ങള് അധർമ്മ മാർഗത്തിൽ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ അർജുനൻ എന്തായാലും യുദ്ധം ചെയ്യുന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇവിടെ കാരണം ആ വാസന ശക്തമായിട്ടുള്ളിലുണ്ട്. അർജുനൻ രജോഗുണിയാണ്, രജോഗുണ പ്രധാനിയാണ്. യുദ്ധവാസന ശക്തമായിട്ട് ഉള്ളിൽ നിൽക്കുന്നു. അപ്പൊ ഇപ്പൊ അർജുന ഒരു അവസരം കിട്ടിയിരിക്കുന്നു. ആ യുദ്ധവാസനയെ ധർമ്മമാർഗത്തിൽ പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ധർമ്മത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കണം. അപ്പൊ ആ യുദ്ധവാസനയെ ധർമ്മയുദ്ധമാക്കി മാറ്റാൻ അർജുനന് വേണമെങ്കിൽ, ഇനി അതിന് ചെയ്യാൻ അർജുനൻ തയ്യാറല്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ യുദ്ധം അധർമ്മ മാർഗത്തിൽ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പൊ അധർമ്മ മാർഗത്തിൽ ചെയ്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സത്വഗുണം വർദ്ധിക്കുന്നവരെ തമോ ഗുണമാണ് കൂടുക, അത് ശക്തി കൂടും എന്നാണ് പറയുന്നത്. അപ്പൊ തമോ ഗുണ പ്രധാനിയാവും. തമോ ഗുണത്തിന് ശക്തി കൂടി കഴിഞ്ഞാൽ പിന്നെ അർജുനന് അധപ്പതനമാണ് ഫലം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അർജുനൻ കർമ്മം ചെയ്യണം. ഏത് കർമ്മം ചെയ്യണം? യുദ്ധം ചെയ്യണം. അത് ധർമ്മയുദ്ധമായി തന്നെ ചെയ്യണം. അതിനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. അതാണ് ഭഗവാൻ പറയുന്നത്. ഇനി ഈ ഒരു കർമ്മത്തിന്റെ ഈ ഒരു രഹസ്യം, ഇപ്പൊ എന്തിനാണ് ഈ കർമ്മം ചെയ്യുന്നത്? അതിന്റെ കാര്യം പറഞ്ഞു അല്ലെ? നമ്മുടെ ഉള്ളിൽ നിന്ന് ആ വാസനയെ നീക്കി നമ്മുടെ സത്വഗുണം വർദ്ധിപ്പിച്ച് പിന്നെ അതിനെയും കടന്ന് നൈഷ്കർമ്മ്യ സിദ്ധിയിലേക്ക് എത്താനാണ്, അത് നേടാനാണ്. അപ്പൊ ഈ കർമ്മത്തിന്റെ രഹസ്യം മനസ്സിലാക്കാത്ത ഒരാള് മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ, മടിയനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം എന്താ ചെയ്യുക? പുറമെയുള്ള കർമ്മങ്ങളെയൊക്കെ ബലം പ്രയോഗിച്ച് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചെയ്യില്ല, വാശി പിടിച്ച് ചെയ്യില്ല കർമ്മങ്ങൾ. എന്നിട്ട് തനിച്ച് ജീവിക്കണമെന്ന് വിചാരിക്കുക. സന്യാസിയെ പോലെ അദ്ദേഹം ഏകാന്തവാസം സ്വീകരിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ആളുടെ അവസ്ഥ എന്തായിരിക്കും? ഈ സംശയത്തിന് മറുപടിയാണ് അടുത്തത് പറയാൻ പോകുന്നത്. ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാതെ മടി പിടിച്ച് ഒരു ഭാഗത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? കേൾക്കണം എല്ലാവരും. ഓക്കെ, അടുത്ത ശ്ലോകം, 6ാമത്തെ ശ്ലോകം ചൊല്ലിക്കൂ. ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാന്തിമൂഢാത്മാ നിസ്യാചാര സമുച്യതേ. അങ്ങനെ ചെയ്യുന്ന ആളെ എന്താണ് പറയാ? കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ. അതാണ് അദ്ദേഹത്തെ മിഥ്യാചാരൻ എന്നാണ് വിളിക്കുക. എന്ന് പറഞ്ഞാൽ ഈ കർമ്മരഹസ്യം മനസ്സിലാക്കാത്ത ഏതൊരു മൂഢനാണോ അല്ലെങ്കിൽ മഠയനാണോ ഇന്ദ്രിയങ്ങളൊക്കെ കർമ്മേന്ദ്രിയങ്ങളല്ലോ, കയ്യ്, കാല് തുടങ്ങിയ കർമ്മേന്ദ്രിയങ്ങളെ നിശ്ചലമാക്കിയിട്ട്, കർമ്മേന്ദ്രിയങ്ങളൊക്കെ നിശ്ചലമായിരിക്കുന്നുണ്ടാവും, ശരീരമൊക്കെ അനക്കാതെ അങ്ങനെ വെച്ചിട്ടുണ്ടാവും, ഞാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല എന്ന് വെച്ച് നിശ്ചലമാക്കി വെച്ചിട്ടുണ്ടാവും. പക്ഷേ അദ്ദേഹം എന്താ ചെയ്യുക? ഉള്ളിൽ മനസ്സുകൊണ്ട് ഇന്ദ്രിയ വിഷയങ്ങളെ തന്നെ ആയിരിക്കും ആലോചിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് വാസനയുണ്ട് ഉള്ളില്.
ഉള്ളിൽ ആ വാസന ഉള്ളത് കൊണ്ട് ശരീരം കൊണ്ട് ഒന്നും ചെയ്യാതെ ബലം പിടിച്ച് കർമ്മം ഒന്നും ചെയ്യാതെ അനങ്ങാതിരുന്നാലും മനസ്സ് അവിടെ പ്രവർത്തിക്കും. മനസ്സെന്താ പ്രവർത്തിക്കുക? ഇന്ദ്രിയ വിഷയങ്ങളെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കും, അതിനെക്കുറിച്ച് ധ്യാനിച്ചു കഴിഞ്ഞുകൂടും. അപ്പൊ അങ്ങനെയുള്ള ആളെ എന്താ പറയാ? മിഥ്യാചാരൻ, കപടനാട്യക്കാരൻ എന്നാണ് പറയാ. അങ്ങനെയാണ് പറയാ എന്നാണ്. അതാണ് മിഥ്യാചാരൻ. കാരണം ഇദ്ദേഹത്തിന് കർമ്മവാസനകൾ ക്ഷയിച്ചിട്ടില്ല. അപ്പൊ ഈ കർമ്മവാസനകൾ ക്ഷയിക്കാത്തിടത്തോളം കാലം മനസ്സില് നിരന്തരമായിട്ട് ആത്മധ്യാനം സംഭവിക്കില്ല. ആത്മധ്യാനം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾ അതിൽ നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ മനസ്സ് കൂടിപ്പോകും, ഇന്ദ്രിയ വിഷയങ്ങളുടെ പിന്നാലെ പോകും. അല്ലെ? നമ്മളുടെയൊക്കെ അനുഭവം അതാണ്. അധിക സമയം അങ്ങനെയാണ്. ശരിയല്ല? ശരിയാണോ? ശരിയല്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ശരിയാണ്, നമ്മൾ അനുഭവിക്കുന്നതാ. അതുകൊണ്ടാണ് പലരും ചോദിക്കാറില്ലേ, ധ്യാനത്തിന് കണ്ണടച്ച് ധ്യാനിക്കാനിരുന്നാൽ അനേകം ചിന്തകൾ വരുന്നു എന്ന് പറയുന്നുണ്ട്. എന്താ കാരണം? ഇതന്നെയാണ്, കർമ്മവാസനകളാണ് ഈ ചിന്തകളായിട്ട് വരുന്നത്. വാസനകൾ നമ്മളെ കൊണ്ട് ആ കാര്യങ്ങള്, വിഷയങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക. കാരണം കർമ്മവാസനകൾ ക്ഷയിച്ചിട്ടില്ല. അപ്പൊ കർമ്മവാസനകൾ ക്ഷയിക്കാതെ മനസ്സിനൊരിക്കലും നിരന്തരമായി ആത്മധ്യാനം ചെയ്യാൻ സാധിക്കില്ല. അതിൽ ഉറക്കില്ല എന്നാണ് പറയുന്നത് മനസ്സ്. ഇനി ആ കർമ്മവാസനയുള്ള ഒരാള് ധ്യാനിക്കാൻ ഇരുന്നാൽ തന്നെ എന്താ സംഭവിക്കുക? വാസനയ്ക്കനുസരിച്ചുള്ള ഇന്ദ്രിയ വിഷയങ്ങൾ മനസ്സിൽ ഉണർന്നു വരും. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? വിഷയങ്ങളെ കുറിച്ചായിരിക്കും ചിന്തകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനൊരു മാർഗ്ഗമേ ഉള്ളൂ. ലക്ഷ്യബോധം ഉണ്ടാവാതെ, എന്റെ ലക്ഷ്യം എന്താണ്? ആത്മസാക്ഷാത്കാരം. ആ ലക്ഷ്യബോധം ഉണ്ടാവുക. പിന്നെന്ത് വേണം? വാസനകൾക്കനുസരിച്ച് കർമ്മം ചെയ്യാം. എങ്ങനെ? സ്വധർമാനുഷ്ഠാനം. എങ്ങനെ സ്വധർമാനുഷ്ഠിക്കുക? ഫലം പ്രതീക്ഷിക്കാതെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വാസനകളെ ഇല്ലാതാക്കാൻ അതേ മാർഗമുള്ളൂ. അപ്പൊ നമ്മളുടെ ഉള്ളിലുള്ള വാസനകൾക്കനുസരിച്ച് കർമ്മങ്ങൾ ചെയ്യാം. അപ്പൊ ആ കർമ്മം ചെയ്യുമ്പോ അതിന്റെ ഫലത്തില് ശ്രദ്ധ വെക്കാതെ, ഫലത്തോടുള്ള ആഗ്രഹമെല്ലാം ഇല്ലാതാക്കി ആ വാസനയ്ക്കനുസരിച്ചുള്ള കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ സ്വധർമാനുഷ്ഠാനത്തിൽ പ്രവർത്തിപ്പിക്കുകയാണ് വേണ്ടത് എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ആ സമസ്ഥിതി, മനസ്സിന്റെ സമനില എന്നുള്ള യോഗം അഭ്യസിക്കലാവും. അത് ചെയ്യല്ലാതെ കർമ്മവാസന ക്ഷയിച്ചു കിട്ടാൻ വേറെ മാർഗമൊന്നുമില്ല എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ, അതാണ് ഗുരു നമ്മൾക്ക് ഉപദേശം തരുന്നത്, നമ്മളോട് ചെയ്യാനായിട്ട് പറയുന്നത്, അല്ലെ? അപ്പൊ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ വേണം നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ. അപ്പൊ ഈ സേവ ചെയ്യുന്നതൊക്കെ അതിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ. സേവ ചെയ്യുമ്പോൾ, സർവീസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് തിരിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ എന്താ സംഭവിക്കുക? കർമ്മം ചെയ്യാനുള്ള വാസന ഉള്ളിലുണ്ട്. സേവ ചെയ്യുന്നതിലൂടെ ആ വാസനകളൊക്കെ നമ്മളിലുള്ള, അതാണ് സ്വധർമാനുഷ്ഠാനം. അതെല്ലാം നമ്മളുടെ ഉള്ളിൽ നിന്ന് പതുക്കെ പതുക്കെ നീക്കം ചെയ്യപ്പെടും. അല്ലാതെ ഉള്ളിൽ അടിഞ്ഞുകൂടിയുള്ള കർമ്മവാസന ക്ഷയിച്ചു കിട്ടാൻ വേറൊരു മാർഗവും ഇല്ല എന്നാണ് പറയുന്നത്. ഇനി ആ വാസനകൾ ഉള്ളില് ശക്തമായിരിക്കുന്നിടത്തോളം കാലം ബലം പ്രയോഗിച്ച് പുറമെയുള്ള കർമ്മങ്ങൾ ഉപേക്ഷിച്ചാൽ എന്താ സംഭവിക്കുക? ഈ വാസനകള് ഉള്ളിൽ ലയിക്കും, ഉള്ളിൽ അടിഞ്ഞുകൂടും. അപ്പൊ വാസനകൾ ഉള്ളിൽ അടിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ പിന്നെന്താ സംഭവിക്കുക? ആലസ്യം ബാധിക്കും, മടി വരും, പിന്നെ ഉറക്കവും മടി പിടിച്ചങ്ങനെ കിടന്നുറങ്ങും ഒരു ഭാഗത്ത്. അപ്പൊ എന്താ സംഭവിക്കുക? തമോ ഗുണത്തിലേക്ക് പതിക്കാൻ ഇടവരും. തമോ ഗുണമാണ് പിന്നെ വർദ്ധിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ പലരും ഇതിനെക്കുറിച്ച് അറിയാതെ സന്യാസം സ്വീകരിക്കാറുണ്ട്. പലരും, എല്ലാവരുടെ കാര്യമല്ല, പലരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കുക? അവര് സന്യാസി ഭാവത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ഉള്ളിൽ എന്താ സംഭവം? ഉള്ളിൽ കർമ്മവാസനകൾ ഒടുങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് അവര് ബലം പ്രയോഗിച്ച ആ കർമ്മങ്ങളെ ചെയ്യാതിരിക്കുകയാണ്. അപ്പൊ അവർക്ക് എന്താ സംഭവിക്കുന്നത്? അങ്ങനെയുള്ളവർക്ക് ആലസ്യമാണ്, ഉറക്കമാണ്. അങ്ങനെ കഴിഞ്ഞുകൂടുന്നവരുണ്ട് സന്യാസ ഭാവത്തില് പലരും എന്നാണ് പറഞ്ഞു വരുന്നത്. അത് സംഭവിക്കാം. അപ്പൊ അങ്ങനെയുള്ളവര് യഥാർത്ഥ സന്യാസിമാരല്ല, അവരൊക്കെ കാപട്യക്കാരാണ് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവര്. അപ്പൊ ഇങ്ങനെയുള്ള കപടനാട്യക്കാരാണ് യഥാർത്ഥത്തില് നമുക്ക് സമൂഹത്തിനും രാഷ്ട്രത്തിനും ഒക്കെ ആപത്തുണ്ടാക്കുന്നത്. ഇവരാണ് യഥാർത്ഥം. കാരണം ഉള്ളിൽ കർമ്മവാസനകളുണ്ട്, അതിനെ ബലം പിടിച്ച് അടക്കി വെച്ചിരിക്കുക. അപ്പൊ അത് ഉള്ളിൽ ലയിച്ച് ആലസ്യം, ഉറക്കമായിട്ട് മാറും. അത് താമസിക്കായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കും അതിനെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനൻ തന്റെ സ്വധർമ്മമായ ധർമ്മയുദ്ധം ഉപേക്ഷിച്ച് സന്യസിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം കണ്ണടച്ചെങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ, ശരീരം കൊണ്ടൊന്നും ചെയ്യാതെ അങ്ങനെ ഒരു ഭാഗത്ത് ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് മനസ്സിൽ പൊന്തി വരിക?
കൗരവന്മാര് ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർമ്മ വരും അല്ലെ, അതിനെക്കുറിച്ച് ചിന്തിക്കും. പിന്നെ തന്റെ പഴയ പ്രതാപത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഇത്തരം കാര്യങ്ങൾ ആലോചിച്ചായിരിക്കും കഴിഞ്ഞുകൂടുക, അല്ലാണ്ട് അദ്ദേഹത്തിന് ധ്യാനം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ബലം പ്രയോഗിച്ച് ഒന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ക്രമത്തിൽ എന്ത് സംഭവിക്കും? തമോ ഗുണം വർദ്ധിക്കും. ആലസ്യം, ഉറക്കം, അത് അദ്ദേഹത്തിന്റെ സ്വഭാവമായി തീരും. പിന്നെ ഒന്നും പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരു ഭാഗത്ത് ചുരുണ്ടുകൂടി ഇങ്ങനെ കിടന്നുറങ്ങും. അതൊരു സ്വഭാവമായി തീരും എന്നാണ് പറയുന്നത്. ഇനി നേരെ മറിച്ച് ലക്ഷ്യബോധത്തോടുകൂടി ആ യോഗം അഭ്യസിച്ച് യുദ്ധം ചെയ്യുകയാണെങ്കിൽ, ധർമ്മയുദ്ധം ചെയ്യുകയാണെങ്കിൽ ക്രമത്തിൽ ആ വാസന അവസാനം നശിച്ചു കിട്ടുകയും ചെയ്യും. മാത്രമല്ല സത്വഗുണം വർദ്ധിക്കാനിട വരും, സത്വഗുണത്തിലേക്ക് വരും. അപ്പൊ സത്വഗുണത്തിലേക്ക് വരുന്നു കഴിഞ്ഞാൽ ജ്ഞാനം പ്രകാശിക്കും. ജ്ഞാനം പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ നൈഷ്കർമ്മ്യ സിദ്ധിക്ക് അർഹതയുള്ള ആളായി തീരും. ഇതാണ് അതിന്റെ ക്രമം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രഹസ്യം, ഈ ഒരു കർമ്മ രഹസ്യം ഭഗവാന് നല്ലപോലെ നിശ്ചയമുള്ളത് കൊണ്ടാണ് അർജുനനോട് നീ യുദ്ധം ചെയ്തേ പറ്റൂ എന്ന് നിർബന്ധിക്കുന്നത്. അതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? പലരും ഇത് അറിയാത്തോണ്ട് ചോദിക്കാറുണ്ട്, ഈശ്വരനായിട്ട് എന്തുകൊണ്ടാണ് അർജുനെ കൊണ്ട് ഈ യുദ്ധം ചെയ്യിക്കുന്നത് എന്ന് ചിലരെ ചോദിക്കാറുണ്ട് അല്ലെ. അവർക്ക് ഈ ഒരു സംഗതി അറിയാത്തത് കൊണ്ടാണ്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പല ആളുകളും അങ്ങനെ ചോദിക്കുന്നത്. അപ്പോ പുറമേയുള്ള കർമ്മങ്ങള് ബലം പ്രയോഗിച്ച് ചെയ്യാതിരിക്കുന്ന ആളുകള്, ആ ബലം പ്രയോഗിച്ച് ഉപേക്ഷിക്കുന്ന ആള് കപടനാട്യക്കാരാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ആ തമോ ഗുണത്തിലേക്കുള്ള അവരുടെ വീഴ്ച എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റില്ല. അവര് താഴേക്ക് പതിക്കും. പക്ഷെ അതേസമയം യോഗം അഭ്യസിച്ചുകൊണ്ട്, മനസ്സിന്റെ സമനില എന്ന യോഗം അഭ്യസിച്ചുകൊണ്ട് സ്വന്തം കർമ്മവാസനയ്ക്കനുസരിച്ച് സ്വധർമാനുഷ്ഠാനത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഗുണം എന്താണ്? അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന മെച്ചം എന്താണ്? അല്ലെ, അതിനുള്ള മറുപടിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ 7ാമത്തെ ശ്ലോകം ചൊല്ലിക്കോ. യേസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത സവിശിഷ്യതേ. യേസ്ത്വിന്ദ്രിയാണി മനസാ നിയമ്യാരഭതേർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത സ വിശിഷ്യതേ. അർജുനോട് പറയണ, അല്ലയോ അർജുന, ഏതൊരു വ്യക്തിയാണോ, ഏതൊരാളാണോ ലക്ഷ്യബോധത്തോടുകൂടി, ലക്ഷ്യബോധമുള്ള മനസ്സോടുകൂടി ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് ഞാന് എൻ്റെ അഹന്താമമതകള് ഉപേക്ഷിച്ച് കർമ്മഫലങ്ങളില് സംഘമില്ലാതെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് സ്വധർമ്മം അനുഷ്ഠിക്കുമ്പോ തന്നെ യോഗവും ആരാണോ പരിശീലിക്കുന്നത് അയാൾ ക്രമത്തിൽ നൈഷ്കർമ്മ്യ സിദ്ധിക്ക് അർഹനായിത്തീരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ളവർക്ക് നൈഷ്കർമ്മ്യം സിദ്ധിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോ ചില ഇന്ദ്രിയ വിഷയങ്ങളോട് നമ്മൾക്ക് അങ്ങേയറ്റത്തെ എന്താ പറയാ, ആഗ്രഹം കൂടുതലാണ്, കൊതി കൂടുതലാണ് നമ്മൾക്ക് ചില ഇന്ദ്രിയ വിഷയങ്ങളോട്. പക്ഷെ ചിലതിനോട് വെറുപ്പുമുണ്ടാവും. ചില ഇന്ദ്രിയ വിഷയങ്ങളോട് വെറുപ്പുണ്ടാവാം, ചില ഇന്ദ്രിയ വിഷയങ്ങളോട് അങ്ങേയറ്റത്തെ ഇഷ്ടം ഉണ്ടാവാം. ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഇന്ദ്രിയങ്ങളുടെ ജോലിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ രാഗവും ദ്വേഷവും, അപ്പൊ ഈ രാഗദ്വേഷങ്ങൾക്ക് കട്ടി കൂടുന്തോറും എന്താ സംഭവിക്കുക? ഇത് കൂടുതലാകും തോറും ആത്മസ്വരൂപം മറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാണ്. കൂടുതൽ മറഞ്ഞുകൊണ്ടിരിക്കും, അത് വ്യക്തമാവില്ല. അപ്പൊ ഈ കർമ്മവാസന എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, രാഗദ്വേഷങ്ങൾ നമ്മളുടെ ഉള്ളിൽ അടിഞ്ഞുകൂടുന്നതാണ് കർമ്മവാസന എന്ന് പറയുന്നത്. ചിലതിനോടുള്ള അറ്റാച്ച്മെന്റ്, ഇഷ്ടവും ചിലതിനോടുള്ള ദ്വേഷവും, അല്ലെ, അനുകൂലമായ ഭാവവും പ്രതികൂലമായ ഭാവവും, ഇത് ഉള്ളിൽ അടിഞ്ഞിട്ടാണ് കർമ്മവാസനകൾ രൂപപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ഈ കർമ്മം അനുഷ്ഠിക്കുമ്പോ തന്നെ ലക്ഷ്യബോധത്തോടെ ഈ രാഗദ്വേഷങ്ങളുടെ കട്ടി കുറച്ചു കൊണ്ടുവരണം. അതിനുള്ള ശ്രമമാണ് മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്ന് പറയുന്നത്. മനസ്സുകൊണ്ടുള്ള ഇന്ദ്രിയ നിയമനം എന്നാണ് പറയുന്നത്, കൺട്രോൾ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് അതിനുള്ള മാർഗം? എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യബോധം വേണം, വ്യക്തമായ ലക്ഷ്യബോധം വേണം. എന്റെ ലക്ഷ്യം എന്താണ് അത് ഉറപ്പുണ്ടാവണം. അതോടൊപ്പം തന്നെ ഫലത്തോടുള്ള ആഗ്രഹം ഇല്ലാതാക്കുക, ഫലത്തിനോടുള്ള ഇച്ഛ ഉപേക്ഷിക്കുക. ഇതാണ് അതിനുള്ള മാർഗം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ശ്ലോകത്തില്
ഭഗവാൻ കർമ്മയോഗത്തെയാണ് നിർവഹിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിച്ച് സംഘമെല്ലാം ഇല്ലാതായി സമനില ശീലിച്ച് ചെയ്യുന്ന സ്വധർമ്മം, ആ അനുഷ്ഠാനമാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ഇപ്പൊ പലരും വിചാരിച്ചിരിക്കുന്ന കർമ്മയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഒഴിവില്ലാണ്ട് രാവും രാത്രിയും പകലെന്നില്ലാതെ പണിയെടുത്തുകൊണ്ടിരിക്കുക, ഇതാണ് കർമ്മയോഗം എന്ന് ചിലരൊക്കെ ധരിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ചിലർ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, ഞാൻ കർമ്മയോഗിയാണ്. എന്താണ് കർമ്മയോഗി? എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുക. അത് കർമ്മയോഗമല്ല. അതിന് കർമ്മയോഗം എന്ന് പറയാനായിട്ട് പറ്റില്ല, അല്ലെ? അത് പറയാനായിട്ട് പറ്റില്ല. അതിന് പറയുന്നത് കർമ്മഭ്രാന്താണ് എന്നാണ് പറയുന്നത്. അതിന് കർമ്മയോഗം എന്ന് പറയാനായിട്ട് പറ്റില്ല. ചിലരുണ്ട് വർക്കഹോളിക്സ് എന്ന് പറയും, അല്ലെ? ഇംഗ്ലീഷിൽ വർക്കഹോളിസം എന്ന് പറയാം. അവർക്ക് പണിയെടുത്തുകൊണ്ടേയിരിക്കണം, അത് കർമ്മയോഗമല്ല. അപ്പോ ആ വ്യക്തിയുടെ കർമ്മരഹസ്യം എന്താണെന്നുള്ളത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇനി അർജുനന്റെ ജീവിതം എന്ന് പറയുന്നത് സഫലമാവണമെങ്കിൽ എന്ത് വേണം? കർമാനുഷ്ഠാനം കൊണ്ട് മാത്രമേ, കർമ്മം ചെയ്യുന്നതിലൂടെ മാത്രമേ അർജുനന്റെ ജീവിതം സഫലമാവൂ എന്ന് ഭഗവാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് അടുത്ത ശ്ലോകത്തിൽ. അത് നമുക്ക് നാളെ നോക്കാം. കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ നാളെ നോക്കാം. ഓക്കെ, കണ്ണുകൾ അടച്ചു വെക്കൂ. ക്ലോസ് യുവർ ഐസ്. നട്ടെല്ല് നിവർന്നു തന്നെ ഇരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തി വെക്കാം. ദീർഘമായ ശ്വാസം എടുക്കൂ. സാവകാശം പുറത്തേക്ക് വിടാം. കൈകൾ അയഞ്ഞിരിക്കുന്നു, തോളുകൾ അയഞ്ഞിരിക്കട്ടെ. ശരീരം പൂർണ്ണമായും വിശ്രമിക്കുക. ഉള്ളിൽ അനുഭവപ്പെടുന്ന ശാന്തത, നിശ്ചലത, അതിൽ വിശ്രമിക്കൂ. ഓം സം സമിത്യുവസി വൃഷന്നഗ്നേ വിശ്വാനര്യ ഇളസ്പദേ സമിധ്യസേ സനോവശൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതി സമാനീ സമാനം മനഃസഹ ചിത്തമേഷ സമാനം മന്ത്രമഭിമന്ത്രയേവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി നമോ ബ്രഹ്മണേ നമോ വസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസമെടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.